18 ജീവനക്കാരെയാണ് എത്തിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ നില അവിടെ ഗുരുതരമായി തുടരുന്നുണ്ട്. എന്താണ് അരുൺ പാറയ്ക്കൽ മംഗളൂരുവിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? റിജിത്ത്, ഇപ്പോഴും രണ്ടുപേർ ICUവിൽ തുടരുന്നു എന്നാണ് നമുക്ക് ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. നേരത്തെ പ്ലാസ്റ്റിക് സർജനുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അവരുടെ പുതിയ അപ്ഡേഷൻ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. 40% പൊള്ളലേറ്റിട്ടുണ്ട്. 35-നും 40-നും ഇടയിലാണ് ഈ ഇരുവർക്കും പൊള്ളലേറ്റിരിക്കുന്നത്. അത് ശ്വാസകോശത്തിലുൾപ്പെടെ ഗുരുതരമായ പരിക്കുകളുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ചൈന സ്വദേശി ലൂയൻലിയും തായ്വാൻ സ്വദേശി സോണിക്യൂർ എസൈനിയുമാണ് ഈ രണ്ടുപേർ. അവർക്ക് ഗുരുതരമായ പരിക്ക് ഇപ്പോഴുമുണ്ട്. അവർ ICUവിൽ തുടരുകയാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ രാവിലെ പരിശോധിച്ചിരുന്നു. 9:30-ക്ക് ശേഷം ഡോക്ടർ മാധ്യമങ്ങളെ കാണാം എന്നുകൂടി ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്, പുതുതായി അറിയിച്ചിട്ടുണ്ട്. മറ്റ് 4 പേരാണ് ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ളത്. ആ 4 പേർ 2 ചൈന സ്വദേശികളും 2 മ്യാൻമർ സ്വദേശികളുമാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. അതിലൊരാൾക്ക് മാത്രമാണ് മുഖത്ത് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കുള്ളത്. മറ്റുള്ള ആളുകൾക്കും തന്നെ കാര്യമായ പരിക്കില്ല. അവർക്ക് ഈ പുക ശ്വസിച്ച്, ഈ കപ്പലിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമൂലമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർ ഇന്നോ നാളെയോ ആയി ആശുപത്രി വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മറ്റുള്ള 2 പേർ, അതായത് ആദ്യം നേരത്തെ സൂചിപ്പിച്ച 2, ഒരു ചൈന സ്വദേശിയും ഒരു തായ്വാൻ സ്വദേശിയും, അവർക്കാണ് ഗുരുതരമായ പരിക്കുള്ളത്. അവരെ സംബന്ധിച്ച്, അവരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. എന്തായാലും ഡോക്ടർ ഒരു 9:30യോടുകൂടി മാധ്യമങ്ങളെ കാണാം, മെഡിക്കൽ ബുള്ളറ്റിൻ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അവരുടെ ആരോഗ്യനില പുരോഗതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ആകെ 18 പേരെയാണ് ഈ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിച്ചത്. അതിൽ 12 പേർ ഇപ്പോൾ AJ ഗ്രാൻഡ് ഹോട്ടലിലാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. റിജിത്ത്.